ഈ അടുത്ത കാലത്തൊന്നുമല്ല, ഒരുപാട് കാലം മുൻപ് തന്നെ തുടങ്ങിയ ഒരു രീതിയാണ് ദൈവത്തെ അല്ലെങ്കിൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത്. അത് ഇന്ന മതം എന്നൊന്നുമില്ല, സകല മതങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നു ആ രീതി. എന്തൊക്കെ തരത്തിലാണ് ആളുകൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? പലതരത്തിലുള്ള വഴിപാടുകളും വലിയ അർപ്പിക്കലുകളും നേർച്ച നേരലുകളും ഒക്കെ ഈ ദൈവത്തെ സന്തോഷിപ്പിക്കുക, അതാണ് ഭക്തരുടെ സന്തോഷം. ദൈവത്തിന് പാലഭിഷേകം, ദൈവത്തിന് നെയ്യഭിഷേകം, പുഷ്പാഞ്ജലി, പലതരത്തിലുള്ള ബലിയർപ്പിക്കലുകൾ, കിരീടം നേരൽ, കോടികൾ വിലമതിക്കുന്ന സ്വർണം കൊണ്ടുള്ള കുരിശു പണിയിക്കൽ, അങ്ങനെ നീളുന്നു വഴിപാടുകളുടെയും നേർച്ചകളുടെയും ലിസ്റ്റ്. ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവം തന്നെ നമുക്കായി സൃഷ്ടിച്ചിട്ടുള്ളതല്ലേ ഈ പാലും നെയ്യും സ്വർണവും ജീവികളും എല്ലാം? അപ്പോൾ പിന്നെ നമ്മൾ അത് ഉപയോഗിച്ച് ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് വേണ്ടി തുലാഭാരം നേരൽ, ദൈവത്തിന് വേണ്ടി കാണിക്ക അർപ്പിക്കൽ, ദൈവത്തിന്റെ പേരും പറഞ്ഞ് കുറച്ചൊന്നുമല്ല പണം ആളുകൾ ചെലവഴിക്കുന്നത്. ഒന്ന് ചോദിക്കട്ടെ, ദൈവം ഈ പൈസ എല്ലാം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ദൈവത്തിന് ഈ കാശ് മുഴുവൻ? ഈ അടുത്തുകൂടി കേട്ട ഒരു വാർത്തയാണ്, ഗുരുവായൂരിൽ ദൈവത്തിന് വേണ്ടി മഹീന്ദ്ര കമ്പനിയുടെ ഥാർ എന്ന വാഹനം നേർച്ച അർപ്പിച്ചു എന്നുള്ളത്. എന്തിനാണത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം ഈ ഥാർ എന്ന് പറയുന്ന വാഹനത്തിൽ കയറി അങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഞാൻ ഈ പറഞ്ഞ വാചകം ഭക്തരെ ഒന്ന് പൊള്ളിച്ചെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്തിയെ ഒന്ന് പൊള്ളിച്ചെങ്കിൽ സാരമില്ല. കാരണം ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ പ്രകോപനം തോന്നാവുന്ന ഒന്നാണ് ഭക്തർ ഈ കാണിച്ചു കൂട്ടുന്ന വിഡ്ഢിത്തങ്ങൾ. ഭക്തിയുടെ പേരിൽ എന്തും ചെയ്യാം, എന്തും കാണിക്കാം എന്നുള്ളത് വളരെ മോശം ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഭക്തി എന്ന് പറയുന്ന ആശയത്തെ അല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത്. ഭക്തിയുടെ പേരിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളെയാണ്. പലരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവമേ, എന്റെ ആഗ്രഹം സാധിച്ചു തന്നാൽ ഞാൻ അങ്ങേക്കായി 100 മെഴുകുതിരി കത്തിച്ചോളാം, അല്ലെങ്കിൽ പഴനിയിൽ ചെന്നും തല മുണ്ടനം ചെയ്തോളാം, അതുമല്ലെങ്കിൽ ഒരു മുട്ടനാടിനെ അറുത്തോളാം. എന്താണ് ഇതിന് പിന്നിലെ യുക്തി? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എന്താണ് ഇതിന് പിന്നിലെ യുക്തി? ഒരു 100 മെഴുകുതിരി ഇല്ലാത്തവനാണോ ദൈവം? അല്ലെങ്കിൽ നമ്മുടെ തല മുണ്ടനം ചെയ്യപ്പെട്ട് കാണാനായി ആഗ്രഹിച്ചിരിക്കുകയാണോ ദൈവം? അതും അല്ലെങ്കിൽ താൻ സൃഷ്ടിച്ച ഒരു മുട്ടനാട് കഴുത്തറക്കപ്പെട്ട് കിടന്ന് പിടയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവനാണോ പരമകാരുണികനായി നാം മനസ്സിൽ ആരാധിക്കുന്ന ദൈവം? ഇതിന്റെയൊക്കെ ഒരു ലോജിക്കിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കുക. തങ്ങൾ ചെയ്യുന്നതിലുള്ള കഴമ്പിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മൾ അത്രയൊന്നും വിശാലമായി സംസാരിക്കുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിക്കുന്ന പണം വരാനായി സ്വന്തം ഗൂഗിൾ പേ സെറ്റ് ചെയ്ത ദേവസ്വം ജീവനക്കാരൻ ശേഷം പണത്തിന്റെ കുത്തൊഴുക്ക് ആരംഭിക്കുകയായി. എന്താലേ, ആളുകൾ 1 രൂപ മുതൽ 1 കോടി രൂപ വരെ അയക്കുന്നു, നിക്ഷേപിക്കുന്നു. എല്ലാം ദൈവത്തിന്റെ സന്തോഷം മുന്നിൽ കണ്ടാണ് എന്നുള്ളത് മറക്കരുത്. ആളുകൾ പണം അയച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം സന്തോഷവാനാകുന്നു. അത് തുടർന്ന് ആളുകളും സന്തോഷവാന്മാരായി തിരിച്ചു പോകുന്നു. എന്നാൽ ശരിക്കും സന്തോഷിച്ചത് ദൈവമായിരുന്നില്ല, ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരനായിരുന്നു. കാര്യം പണം മുഴുവൻ വരുന്നത് തന്റെ അക്കൗണ്ടിലേക്കാണല്ലോ. ഇതിൽ പരം ഇനി എന്ത് വേണം? ഇതിപ്പോ അദ്ദേഹം ദൈവത്തെ പറ്റിച്ചതാണോ, അതോ നാം മുൻപ് പറഞ്ഞ സത്യം മനസ്സിലാക്കി ആ പണത്തെ ബലവത്തായ രീതിയിൽ അയാൾ ഉപയോഗിച്ചതാണോ? എന്തായാലും സംഭവം ഫൺ തന്നെ. ഒരുപാട് നാളത്തെ ഫണ്ടിന് ശേഷമാണ് മറ്റുള്ളവർ ഈ ഫണ്ടിനെ കുറിച്ച് അറിയുന്നത്. അതോടുകൂടി ചേട്ടന്റെ ഫണ്ട് അവസാനിച്ചു. ഒന്നും പറയാനില്ല. ഇത്രയും വലിയൊരു സാഹസികമായ ഫണ്ട് തിരഞ്ഞെടുത്ത ദേവസ്വം ജീവനക്കാരനായ ചേട്ടൻ ഒരു കില്ലാടി തന്നെ.